ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് സെൽഫ് ലവിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അല്ലേ? സ്വയം സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം വേണം എന്ന് തോന്നുന്നത് പോലും നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്. അത്രയും കാലം നമ്മളെ ഉപേക്ഷിച്ചിരുന്ന നമ്മൾ വീണ്ടും ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. നമുക്കും കൂടി ജീവിക്കാനുള്ള അവകാശമുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മളുടെ മക്കളെ പോലെ, നമ്മുടെ പേരൻസിനെ പോലെ, നമ്മുടെ കൂട്ടുകാരെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലെ ഒക്കെ അവർ ആസ്വദിക്കുന്ന എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനും സന്തോഷിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അർഹതയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ, അല്ലേ? ഈ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് സ്വയം തൃപ്തിപ്പെടുത്തുക എന്ന് കൂടിയുണ്ട്. നമ്മൾ തൃപ്തിയോടുകൂടിയാണോ ഓരോ ദിവസവും ജീവിക്കുന്നതെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം. കാരണം നമുക്ക് കുറേ ഗോൾസ് അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിലെത്ര കാര്യം നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടാവും, അതിനെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. സെൽഫ് ലോ ഉള്ള ഒരാൾ, സ്വയം സ്നേഹിക്കുന്ന ഒരാൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യും. ഈ ഒരു കാര്യങ്ങൾ നേടാൻ വേണ്ടി ഒരിക്കലും ഫോണിൽ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ലൂസ് ടോക്കിനോ വേണ്ടിയിട്ടായിരിക്കില്ല അവർ സമയം സ്പെൻഡ് ചെയ്യുക. അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവർ സമയം സ്പെൻഡ് ചെയ്യും. അതിപ്പോൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും ശരി, വലിയ കാര്യമാണെങ്കിലും ശരി, അവർ ഈക്വൽ ഇമ്പോർട്ടൻസോട് കൂടിയായിരിക്കും അതിനെ കാണുക. നിങ്ങളുടെ ലൈഫിലും പലപ്പോഴും ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങളും വന്നും പോയും ഒക്കെ നിന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും ഈ സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർ അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം തന്നെ മാറ്റിവെക്കാറാണ് പതിവ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയെങ്കിൽ ഈ ഒരു വർഷം, ഈ 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഒരു ഗോൾ നിങ്ങൾ നേടിയെടുക്കണം. ആ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്തും ആയിക്കോട്ടെ. നിങ്ങൾക്കിപ്പോൾ അത് നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്നൊരു കാര്യമാണെങ്കിൽ പോലും, ഈവൻ നിങ്ങൾ ഉറക്കത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും, കൃത്യമായിട്ട് ഉറങ്ങണമെന്ന് ചിന്തിക്കുന്ന ഒരു വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, അതൊക്കെ നിങ്ങൾക്ക് സാധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ ഇതെല്ലാം ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2026 തന്നെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷനായിട്ട് മാറാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. സോ നിങ്ങൾ ഈ കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ഞാനിതിന് റെഡിയാണ് എന്നുള്ള കാര്യം. സെൽഫ് ലോ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുടെ വിചാരം അവനവന് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കുക, കുറേ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, അത് മാത്രമാണ്. ഒരിക്കലും അല്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സെൽഫ് ലോ ഉള്ളത്. നമ്മൾ ഈ ലോകത്ത് അംഗീകരിക്കപ്പെടേണ്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാവുന്ന സമയത്താണ് നമ്മളുടെ സെൽഫ് ലോ എന്ന് പറയുന്ന കാര്യം റിയാലിറ്റി ആയിട്ട് മാറുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു 6 മാസം കൊണ്ട് നമ്മളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു 21 ഡേയ്സ് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം എന്നുള്ളതാണ്. ആളുകൾക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഫിറ്റായിട്ടിരിക്കണം, എനിക്ക് കൂടുതൽ ഏൺ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഇനിയുള്ള 6 മാസം കൊണ്ട് എൻ്റെ വെയിറ്റ് ഒരു 10 കിലോ ഞാൻ കുറയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇതാണ് എൻ്റെ എയിം, അടുത്ത 6 മാസത്തേക്കുള്ള എൻ്റെ എയിം ഇതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവും. അതുപോലെ തന്നെ എനിക്ക് കുറേ കൂടി സമ്പാദിക്കണം എന്ന് കരുതാതെ ഈ ഒരു 2026 ഡിസംബറിനുള്ളിൽ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഇത്ര രൂപയായിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് നിങ്ങളുടെ ഒരു മാറ്റം. കാരണം നിങ്ങൾക്കൊരു ഗോള് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിന് അവിടെ മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, നിങ്ങൾ എത്തേണ്ട സ്ഥലം എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആണോ അത്രത്തോളം നിങ്ങളുടെ പാതയും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്ക് പോകാനുള്ള റൂട്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണും. അവിടെ നിങ്ങൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റിയൽ ആയിട്ടുള്ള റീസൺ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ എടുത്തു വെച്ചിട്ട് അതിടാൻ സാധിക്കാതെ മാറ്റിവെക്കേണ്ട സിറ്റുവേഷനും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ച് ബാലൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും നിങ്ങൾ ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹേർട്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് തരുന്ന ആ ഒരു ശക്തി, ആ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു
കാര്യം അതുകൊണ്ട് നേടാനുണ്ടായിരിക്കും. സോ നിങ്ങൾ എപ്പോഴും ചോദിക്കുക നിങ്ങളുടെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് എനിക്കിത് വേണ്ടതെന്നുള്ള കാര്യം. ഈ പറയുന്ന റീസൺ മറ്റുള്ളവരെ കാണിക്കാനാണ് എന്നുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടും. കാരണം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഗ്രാജ്വലി നമ്മളുടെ മോട്ടിവേഷൻ തകർക്കുകയാണ് ചെയ്യുന്നത്. അവരെ തൃപ്തിപ്പെടുത്താനാവില്ല എന്നോർത്ത് അല്ലെങ്കിൽ അവരെ കാണിക്കാൻ സാധിച്ചില്ല എന്നോർത്തിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു കാര്യം ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നിങ്ങൾ കുറേ ഗോൾസ് ഒരുമിച്ച് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കരുത്. മാക്സിമം ഒരു 2ഓ 3ഓ കാര്യങ്ങളായിരിക്കണം ഈ ഒരു 6 മാസത്തേക്ക് നിങ്ങൾ നോക്കുക. അതിലൊരു വലിയ ഗോളും 2 ചെറിയ ഗോളുകളുമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ 10 kg എന്ന് പറയുന്നത് ഒരു വലിയ ഗോൾ തന്നെയാണ് അല്ലേ? അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 ചെറിയ ഗോളുകൾ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ഓവർ യൂസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കുക, അല്ലെങ്കിൽ ബുക്സ് വായിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്ററി ആയിരിക്കണം. പക്ഷേ എപ്പോഴും ഓർക്കണം, നിങ്ങൾ 2ഓ 3ഓ ഗോളുകളിൽ കൂടുതൽ സെറ്റ് ചെയ്യാൻ പാടില്ല ഒരേ സമയത്ത്. ചില ആൾക്കാർ അവരുടെ എൻ്റെ റുട്ടീൻ തന്നെ മാറ്റി വേറൊരു പുതിയ റുട്ടീനിലേക്കൊക്കെ പോകാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ചില ദിവസങ്ങളിൽ അത് നടക്കും. പക്ഷേ ഗ്രാജ്വലി നിങ്ങൾ നിങ്ങളുടെ പഴയ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു പോകും. കാരണം നമ്മളൊരു റബ്ബർ ബാൻഡ് പോലെയാണ് അല്ലേ? അതിങ്ങനെ എത്ര വലിച്ചു ചുറ്റി വച്ചാലും അതിൻ്റെ ആ ഒരു ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി അതിനെപ്പോഴും കാണും. അതുകൊണ്ട് തന്നെ നമ്മളുടെ 1ഓ 2ഓ ഗോളുകൾക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. നാലാമതായിട്ട് നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മൾക്ക് വേണ്ടത് ഹാബിറ്റ്സ് ആണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കും, കാര്യങ്ങൾ ചെയ്യിക്കാൻ തോന്നും. പക്ഷെ അത് ഗ്രാജ്വലി ഫെയ്ഡ് ആയി പോകുന്നൊരു കാര്യമാണ്. അത് ഡിസപ്പിയർ ആയി പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഹാബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും ചെയ്തേ പറ്റൂ. ഒരിക്കലും ഒരു വ്യക്തി കുളിമുറിയിൽ കയറി നിന്നുകൊണ്ട് ഞാൻ ഇന്ന് കുളിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കില്ല, പല്ല് തേക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കില്ല. അത് അവരുടെ ഒരു റുട്ടീനിൻ്റെ ഭാഗമായി പോയി. അങ്ങനെ റുട്ടീനിൻ്റെ ഭാഗമാകുന്ന ഒരു കാര്യമായിട്ട് നമ്മളുടെ ആവശ്യങ്ങളെ, നമ്മളുടെ ഗോളുകളെ നമ്മൾ സെറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു ഗോളിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ചെയ്യുന്നതും മാസത്തിലാകെ 2 മണിക്കൂർ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും 10 മിനിറ്റ് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ബ്രെയിനിനും നിങ്ങൾക്കും ഏറ്റവും നല്ലത്. അല്ലാതെ മാസത്തിൽ ഒരു തവണ മാത്രം ഒരു കാര്യം ചെയ്യുകയും പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ റിസൾട്ടായിട്ട് കിട്ടാൻ പോവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, അത് കുറച്ചുകൂടി ഈസിയർ ആക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ജങ്ക് ഫുഡ് വെക്കരുത്. കാരണം ജങ്ക് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതെടുത്ത് കഴിക്കും. നിങ്ങളുടെ സമയം ഫോണാണ് കളയുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ഫോണിൽ നോക്കിയിരിക്കരുത്. നിങ്ങൾ റീഡിംഗ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ വെക്കുക. നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന സമയത്ത് അത് വായിക്കാമല്ലോ. കാരണം നമ്മുടെ എൻവയോൺമെൻറ്റ്സ്, നമ്മുടെ ചുറ്റുപാടും നമ്മളെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളും നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ ഓരോ ദിവസവും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗോളുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ എൻവയോൺമെൻറ്റിൽ വെക്കാനും കേൾക്കാനും കാണാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ആറാമതായിട്ട് നിങ്ങളുടെ ആ ഒരു ഗോളിന് എപ്പോഴും മൈൽ സ്റ്റോൺസ് വെച്ചേക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷമുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിനെ നമ്മൾക്ക് ഒന്നെങ്കിൽ 30 ഡേയ്സ് അല്ലെങ്കിൽ 21 ഡേയ്സുള്ള ബ്ലോക്സ് ആക്കി മാറ്റാൻ പറ്റും. 21 ദിവസത്തിന് ശേഷം ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ആയി, എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകരുത്. കാരണം ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം കബളിപ്പിക്കുന്നത് പോലെയാണ്. ഇത് ചെയ്യുമ്പോഴാകട്ടെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെയൊക്കെയാണ് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഒറ്റയടിക്ക് ഒരു 6 മാസത്തേക്ക് നോക്കാതെ ഓരോ 21 ദിവസത്തേക്ക് നോക്കുക. അതാണ് നിങ്ങളുടെ ഓരോ മൈൽ സ്റ്റോൺ. നിങ്ങളങ്ങനെ നിങ്ങളുടെ മാറ്റങ്ങളെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മറ്റൊരു കാര്യത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഏഴാമതായിട്ട് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതി വെക്കണം. നിങ്ങളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ ഓരോ മൈൽ സ്റ്റോണും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. നിങ്ങൾ ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ വലിയൊരു പ്രൂഫാണ്. സോ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രസ് കാർഡായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ.
ഇനി എട്ടാമതായിട്ടൊരു കാര്യം പറയാം. ഇത് നിങ്ങളെക്കൊണ്ട് പറ്റില്ലെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിലൊരു പാർട്ണറെ കൂട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും നിങ്ങളുടെ ആ ഒരു അപ്ഡേറ്റ്സ് അറിയിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും നിങ്ങളൊന്ന് പറയുക, നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ വേറൊരു വ്യക്തിയെ നിങ്ങളിങ്ങനെ ബോധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങളോടില്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റ് വേറൊരാളോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവെയർ ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ നല്ലതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഒൻപതാമതായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കരുത്. ഞാനും ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പണ്ട്. പക്ഷേ ഈ പ്ലാനിംഗ് ആയിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. അത് ആക്ഷനിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ കൂടി സാധിക്കൂ. ഒരുപാട് ആൾക്കാരെ വീഡിയോസ് കണ്ടും ബുക്ക് വായിച്ചും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഒരുപാട് പ്ലാനിങ്ങുകൾ നടക്കും. പക്ഷേ അവരുടെ അറിവുകൾ നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആക്ഷൻ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത്. നിങ്ങൾക്കവിടെ വേറൊരു മോട്ടിവേഷണൽ വീഡിയോയോ അല്ലെങ്കിൽ കുറേ അറിവുകളോ അല്ല വേണ്ടത്. നിങ്ങൾ ആക്ഷൻ എടുത്ത് നോക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് ആയിട്ടുള്ളൊരു നോളജ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വേണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് അല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. പത്താമതായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളിൽ ഗീവ് അപ്പ് ചെയ്യരുത് എന്നുള്ള കാര്യമാണ്. ഈ ലോകം മൊത്തം ഗീവ് അപ്പ് ചെയ്താലും നിങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാവണം. 10 ദിവസം വർക്കൗട്ട് ചെയ്തു, 2 ദിവസം വർക്കൗട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് 13ാമത്തെ ദിവസം ചെയ്യാതിരിക്കരുത്, ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ ഒരു വളരെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഭാവിയെ കാണാൻ വേണ്ടി. ആ ഒരു ഭാവിയിലേക്കാണോ നിങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓരോ ദിവസവും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ വേർഷനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആ ദിവസം ചോദിച്ചു നോക്കണം. അതപ്പോൾ തന്നെ ചെയ്യണം. നാളത്തേക്ക് മാറ്റി വെക്കരുത്, അപ്പോൾ തന്നെ ചെയ്യണം. കാരണം നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മളാണ്. അതിന് നമ്മൾ വില കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരും വില കൊടുക്കില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റുമായിട്ട് കാണാം. ബൈ.